മോർണിംഗ്. വേറൊരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. ഞാനിത് വീണ്ടും ചെയ്യാൻ കാരണം ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. കാരണം പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫോർത്ത് വെർട്ടെക്സ്. പാരലോഗ്രത്തിന്റെ ഫോർത്ത് വെർട്ടെക്സ് കാണാൻ അതിന്റെ തന്നെ ഡയഗണലിന്റെ മിഡ് പോയിന്റ് കാണാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 3 വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം ആർ ഗിവൺ. ഇതാണ് പാരലോഗ്രാം ABCD. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് സിയുടെ. നിങ്ങൾ ഇപ്പൊ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ പാരലോഗ്രത്തിന്റെ കേസിൽ ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമുക്ക് x1 കൊടുക്കണ്ടേ. x1 y1, x2 y2, x3 y3, x4 y4. ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇല്ലേ? എനിക്കറിയാം. ഏത് ഫോർമുല പറഞ്ഞേ? x1 plus x3 is equal to x2 plus x4. x1 എത്രയാണ്? 2 plus x3 ഇല്ല നമുക്ക്, is equal to x2 എത്രയാണ്? 8 plus x4 4. 2 plus x3 is equal to 12. x3 is equal to 12. 2നെ ഇപ്പുറത്ത് കൊണ്ടുവരുക, പ്ലസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ -2. ആൻസർ എത്രയാ? 10. സിമ്പിൾ അല്ലേ? എന്നിട്ട് നമുക്ക് y കണ്ടുപിടിക്കാം. y1 plus y3 is equal to y2 plus y4. y1 എത്രയാണ്? 2. y3 ഇല്ല. y2 എത്രയാണ്? 4 plus y4 6. 2 plus y3 is equal to 6 plus 4 10. y3 is equal to 10. 2 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2 ഇപ്പുറത്ത് പോകുമ്പോൾ -2 is equal to 8. അപ്പോൾ y3 എത്രയാണ്? 8. കിട്ടിയില്ലേ സിയുടെ കോർഡിനേറ്റ്? അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുത്തെഴുതും? കോർഡിനേറ്റ്സ് ഓഫ് സി is equal to, നിങ്ങൾ ഫുള്ള് മൊത്തമായിട്ട് എഴുതണം കേട്ടോ. സി is equal to 10, 8 എന്നിങ്ങനെ തന്നെ എടുത്തെഴുതണം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ട് നോക്കാം. ഇനി മിഡ് പോയിന്റ്, അതും നിങ്ങൾക്കറിയാം, നമ്മളത് ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെയാണ്? AC. ഞാനിങ്ങനെ വരയ്ക്കുവാണ് എയും സിയുടെ. AC എ തന്നിട്ടുണ്ട് 2 2. സി ഇപ്പം നമുക്ക് കിട്ടി. എത്രയായിരുന്നു? 10ഉം 8ഉം അല്ലേ? സി എന്ന് പറയുന്നത് 10ഉം 8 ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് പി എന്ന് കൊടുത്തേക്കാം അല്ലേ? ഇത് അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ x1 y1 x3 y3 ആണ് നമ്മുടെ സി. പക്ഷെ നിങ്ങളുടെ ഫോർമുല നിങ്ങൾക്ക് കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ x1 y1 ഇത് x2 y2 എന്ന് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് വരച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, മിഡ് പോയിന്റ് പി കണ്ടുപിടിക്കുകയാണ്. മിഡ് പോയിന്റ് പി ഫോർമുല നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ പറയുന്നുണ്ടാകും. x1 plus x2 by 2, y1 plus y2 by 2. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഫോർമുലാസ് കാണാതെ പഠിക്കും, അറിയാതെ പഠിച്ചു പോകും. അല്ലാതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ പ്രോബ്ലംസ് ചെയ്താൽ മതി, ഫോർമുല കാണാതെ പഠിക്കും. ഓക്കെ, x1 എത്രയാണ്? 2 പ്ലസ് x2 എത്രയാ? 10 by 2. ഓക്കെ, ഇനി y1 2 പ്ലസ് y2 8 by 2. 10 plus 2 12 by 2. 10 by 2 വെട്ടിക്കളയാമല്ലോ. 6 5. അപ്പം ആൻസർ എത്രയാണ്? 6ഉം 5ഉം. മിഡ് പോയിന്റ് എത്രയാണ്? മിഡ് പോയിന്റ് 6 5. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാം. കോർഡിനേറ്റ് ഓഫ് പി ഈസ് ഈക്വൽ ടു 6 5 അല്ലേ? സിമ്പിളായിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ 2 എണ്ണം ചെയ്ത് വെച്ചാൽ 4 മാർക്ക്. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചില്ലേ? പാരലോഗ്രത്തിന്റെ കേസിൽ ഫോർത്ത് വെർട്ടെക്സ്, പിന്നെ അതിന്റെ മിഡ് പോയിന്റ്, ഡയഗണലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫുൾ മാർക്ക് മേടിക്കണം പബ്ലിക് എക്സാമിന്. താങ്ക് യു.